ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്, പരമ്പരയാണ് വരാൻ പോകുന്നത്. അഥവാ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ആഷസ് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന, ആഷസിനേക്കാൾ പ്രാധാന്യമുള്ള ഇപ്പോൾ മത്സരമാണ് ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരകൾ എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് പരമ്പരകളായിട്ട് ഇന്ത്യ കൃത്യമായിട്ടുള്ള മേധാവിത്വം ഓസ്ട്രേലിയക്ക് മേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ത്യ എന്ന ക്രിക്കറ്റ് ടീം, ഇന്ത്യയുടെ ടെസ്റ്റ് ടീം പ്രത്യേകിച്ചും അടുത്ത കാലത്തുണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വിദേശങ്ങളിൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതിന്റെ ബാക്കി പത്രമായിട്ടായിരുന്നു ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യയുടെ വിജയങ്ങൾ. ഗബ്ബയടക്കം കഴിഞ്ഞ പരമ്പരയിലെ ഗബ്ബ ടെസ്റ്റ് വിജയവും ഋഷഭ് പന്തിന്റെ പ്രകടനവും താരതമ്യേന പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് അജിങ്ക്യ രഹാനെയുടെ കീഴിൽ ഇന്ത്യ നേടിയ വിജയങ്ങളും ഒക്കെ വലിയ ചർച്ചയാവുകയും ക്രിക്കറ്റ് ലോകത്ത് വലിയ അഭിപ്രായങ്ങളും ഒക്കെ നടന്ന കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നാളെ ആണ് മത്സര പരമ്പര തുടങ്ങാൻ പോകുന്നത്. ഈ മത്സര പരമ്പര തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള ഇന്ത്യൻ ടീമിന്റെ ഫോം, ടെസ്റ്റ് ടീമിന്റെ ഫോം, T20യിൽ വലിയ പ്രകടനങ്ങൾ, ഇന്ത്യ വലിയ റെക്കോർഡുകൾ വാരിക്കൂട്ടുന്ന സമയത്തും അടുത്ത കാലത്ത് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ പ്രകടനം എന്നുള്ളത് മോശമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ത്യയുമായിട്ടുള്ള ഒരു പരമ്പര ന്യൂസിലൻഡ് ഇന്ത്യയിൽ 32 വർഷങ്ങൾക്ക് ശേഷം വിജയിച്ച ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷം ഇന്ത്യ ടെസ്റ്റ് പരമ്പര തോൽക്കുന്നു. 3-0 എന്നുള്ള ഒരു വൈറ്റ് വാഷിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇന്ത്യയെ പൂർണ്ണമായിട്ടും ന്യൂസിലൻഡ് കീഴടക്കി. അങ്ങനെയുള്ള ഒരു കാര്യം ഒരു ഭാഗത്ത് ഇന്ത്യ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് തന്നെയാണ് ഈ ഓസ്ട്രേലിയക്കെതിരെയുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആദ്യ മത്സരം തുടങ്ങുന്നുള്ളത്. അതായത് സമീപകാലത്ത് ഇന്ത്യയുടെ ടെസ്റ്റ് പ്രകടനം എന്നുള്ളത് അത് ആവറേജിലും താഴെയായിരുന്നു. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒക്കെ പ്രകടനം വളരെ മോശമായത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു റിസൾട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ പരമ്പരയിലേക്ക് എത്തുമ്പോൾ ഓസ്ട്രേലിയൻ ബോളിംഗ് അറ്റാക്ക് എന്നുള്ളത് വളരെ എക്സ്പീരിയൻസ് നിറഞ്ഞതാണ്. അവരുടെ പ്രധാനപ്പെട്ട ബോളർമാരായ പാറ്റ് കമിൻസ്, അല്ലെങ്കിൽ മൈക്കൽ സ്റ്റാർക്ക് തുടങ്ങിയ ബോളർമാരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതും ക്രിക്കറ്റ് ലോകത്ത് നിരവധി വിക്കറ്റുകൾ വാരിക്കൂട്ടിയ താരങ്ങളൊക്കെയാണ് ഇന്ത്യക്കെതിരായ മത്സരത്തിന് ഓസ്ട്രേലിയ തയ്യാറെടുക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ടീം താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു ബോളിംഗ് നിരയാണ്. ജസ്പ്രീത് ബുംറയാണ് പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളർ എന്നുള്ളത്. അതിന്റെ കൂടെ സിറാജും ബാക്കിയുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അശ്വിനും ജഡേജയെ പോലെയുള്ള ഓൾറൗണ്ടറുണ്ട്. പെർത്ത് പോലെയുള്ള പേസ് ബോളിങ്ങിന് വളരെയധികം തുണക്കുന്ന പിച്ചിൽ അശ്വിനെയും രവീന്ദ്ര ജഡേജയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും ഒക്കെ ഒന്നിച്ച് കളിപ്പിക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഓൾറൗണ്ടർ പൊസിഷൻ എന്നുള്ളത് വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ബോളിംഗിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറയിലാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്നുള്ളത്. ഇന്ത്യ കണ്ട മികച്ച ബോളർമാരായും ഒരാളായി വളർന്നുകൊണ്ടിരിക്കുന്ന ജസ്പ്രീത് ബുംറയിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ. അതോടൊപ്പം തന്നെ സിറാജും മറ്റുള്ള ഫാസ്റ്റ് ബോളേഴ്സും, മുഹമ്മദ് ഷമി പൂർണ്ണമായിട്ട് പരമ്പരയിൽ ഉണ്ടാവില്ല എന്ന് വ്യക്തമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഡൊമസ്റ്റിക്കിൽ കുറെ കാല പരിക്കിന് ശേഷം ചില പ്രകടനങ്ങൾ നടത്തുകയും തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഓസ്ട്രേലിയൻ സ്ക്വാഡിനൊപ്പം അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനത്തിൽ ഇല്ലായിരുന്നെങ്കിലും വരുന്ന ആളുകളിൽ അദ്ദേഹം ടീമിനൊപ്പം ചേരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് ഷമി ഇല്ലാത്തത് കൊണ്ട് തന്നെ മുഹമ്മദ് സിറാജ് ആണ് പ്രധാനപ്പെട്ട ബോളർ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ആകാശ്ദീപ് അടുത്ത കാലത്ത് മികച്ച പ്രകടനം നടത്തിയ ആകാശ്ദീപും ഉണ്ട്. ഏതായാലും ഓസ്ട്രേലിയന്റെ ട്രാക്കുകളിൽ കഴിഞ്ഞ തവണ ഇന്ത്യക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ടീമായിരുന്നു കളത്തിലിറങ്ങിയത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മുഴുവൻ സ്ക്വാഡുമായിട്ട് ഓസ്ട്രേലിയയും താരതമ്യേന പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തി ഇന്ത്യയും തമ്മിലുള്ള ഒരു മത്സരം നടന്നപ്പോൾ അത് ഗബ്ബയിലടക്കം ഇന്ത്യക്ക് ഒരു വിജയ സാധ്യതയും ആരും കൽപ്പിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യം മാറിയിട്ട് വളരെ സമ്മർദ്ദമുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ രോഹിത് ശർമ്മ ആദ്യത്തെ 2 ടെസ്റ്റുകൾക്ക് ഇല്ലെങ്കിൽ പോലും പകരം ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലായാലും വിരാട് കോഹ്ലി ആയാലും ഈ ഒരു പരമ്പരയ്ക്ക് അണിനിരത്തുന്ന ഋഷഭ് പന്ത് ആയാലും സർഫ്രാസ് ഖാൻ ആയാലും ഇങ്ങനെയുള്ള എല്ലാ താരങ്ങളിലും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിന് പ്രതീക്ഷ വലുതാണ്. ഈ ന്യൂസിലൻഡിനെതിരെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും ഓസ്ട്രേലിയക്കെതിരെ ടീം തിരിച്ചു വരുമെന്നും വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്ക്വാഡിനെ പറ്റി പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു സ്പിൻ ബോളേഴ്സിന് ഓസ്ട്രേലിയയിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളിങ്ങിന് അനുകൂലമായ സാഹചര്യത്തിൽ കളിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഫാസ്റ്റ് ബോളർമാരെ അണിനിരത്തിയുള്ള ഒരു ടീം ലൈനപ്പിനാണ് സാധ്യത കാണുന്നുള്ളത്. എന്നാൽ സമീപകാലത്ത്
കഴിഞ്ഞ പരമ്പരയിലടക്കം അജിങ്ക്യ രഹാനെയും അതോടൊപ്പം തന്നെ ചേതേശ്വർ പൂജാരയും നൽകിയ ഒരു സംഭാവനയുണ്ട് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ആ പൊസിഷനിലേക്ക് ഇന്ന് ആ സ്ഥാനത്തുള്ളത് ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള അല്ലെങ്കിൽ സർഫാസ് ഖാനിനെ പോലെയുള്ള താരങ്ങളാണ്. അവർ അതിനോട് നീതി പുലർത്തുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഈ ടെസ്റ്റ് പരമ്പരയിലെ വിജയങ്ങളും പരാജയങ്ങളും നിർണ്ണയിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ജസ്പ്രീത് ബുംറ എന്നുള്ള ക്യാപ്റ്റൻ ആദ്യ 2 മത്സരത്തിൽ ക്യാപ്റ്റനായി കളിക്കുമ്പോൾ ഈ ഒരു ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വരും കാലങ്ങളിൽ, രോഹിത് ശർമ്മയ്ക്ക് നമുക്കറിയാം, രോഹിത് ശർമ്മേനെ എത്ര കാലം ക്രിക്കറ്റിൽ സജീവ ക്രിക്കറ്റിൽ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിന്റെ ഏജ് എന്നുള്ളത് വളരെ പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് കടക്കുകയാണ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന നിമിഷങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ആയി കണക്കാക്കപ്പെടുന്നത് ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് പരമ്പരയിൽ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ബുംറയുടെ ക്യാപ്റ്റൻസിയും വിലയിരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഏതായാലും നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിനെ വെച്ച് ഇന്ത്യൻ ആരാധകർക്കുള്ള പ്രതീക്ഷ അത് വളരെ വലുതാണ്. പക്ഷെ കഴിഞ്ഞ കാല ഇന്ത്യയുടെ പരാജയങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഇന്ത്യയുടെ ദൗർബല്യങ്ങൾ പൂർണ്ണമായിട്ടും കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിരാട് കോഹ്ലിയുടെയും അല്ലെങ്കിൽ രോഹിത് ശർമ്മയുടെയും അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെയും ഒക്കെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഈ പരമ്പരയിലെ സാധ്യതകൾ എന്നുള്ളത്.